Question number 17. 17th question vectoril നിന്നുമാണ്. So let A and B be two vectors such that modulus of vector is 1, A dot B is equal to 2, mod B is equal to 4, and also vector C is given in terms of vector A and vector B. അല്ലേ? അപ്പോൾ വെക്റ്റർ സി അവിടെ തന്നിട്ടുണ്ട് 2 into A cross B minus 3 വെക്റ്റർ B ആണ്. അങ്ങനെയാണെങ്കിൽ we have to find the angle between B and C. എങ്ങനെയാണ് ബിക്കും സിക്കും ബിറ്റ്വീനുള്ള ആംഗിൾ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ കയ്യിൽ ഫോർമുല ഉണ്ടല്ലോ, കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അല്ലേ ബി ഡോട്ട് സി ഡിവൈഡഡ് ബൈ മോഡ് ബി ഇൻറ്റു മോഡ് സി. ഇതിനകത്തേക്ക് വാല്യൂ കൊടുത്താൽ കോസ് തീറ്റ കിട്ടുമല്ലോ. സോ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് ദിസ്. ശരിയല്ലേ? അപ്പോൾ ഇതിലേക്ക് വാല്യൂ കൊടുക്കണമെങ്കിൽ മോഡ് ബി അത് ദാ അവിടെ കാണാനുണ്ട് 4. അപ്പോൾ മോഡ് ബി അവിടെ ഓക്കെ. പക്ഷേ എൻ്റെ കയ്യിൽ ബി ഡോട്ട് സിയും ഇല്ല, മോഡ് സിയും ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ബി ഡോട്ട് സിയും മോഡ് സിയും ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്? എന്തായാലും എനിക്ക് സി അവിടെ തന്നിട്ടുണ്ട്. സി എന്ന് പറയുന്നത് 2 into A cross B minus 3B ആണ്. കണ്ടോ, ഇതാണ് സി എന്ന് പറയുന്നത്. എനിക്ക് ആദ്യം എന്താ വേണ്ട? ബി ഡോട്ട് സി. ബി ഡോട്ട് സി കിട്ടാൻ ഒരു കാര്യം ചെയ്താലോ, ത്രൂ ഔട്ട് ഞാൻ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. ഞാൻ ത്രൂ ഔട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ പോകുന്നു. അപ്പോൾ ബി ഡോട്ട് സി ഇസ് ഈക്വൽ ടു 2 into B dot A cross B. ശരിയല്ലേ മക്കളെ? minus 3 into B dot B. കണ്ടോ, which is equal to 2 into 0. അതെങ്ങനെയാണ് 0 വന്നത്? കാരണം B dot A cross B എന്ന് പറയുന്നത് ശരിക്കും ഒന്ന് ഡോട്ടും ഒന്ന് ക്രോസും വന്നാൽ അത് ബോക്സ് പ്രോഡക്റ്റ് അല്ലേ? നമുക്കറിയാം ഈ ബോക്സിനകത്ത് ഏതെങ്കിലും ഒരു വെക്റ്റർ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബി എ ബി എന്ന് പറയുന്നത് 0 ആണ്. അതാണ് ഞാനവിടെ 0 എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അത് മൈനസ് 3 ഇൻറ്റു ബി ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോഡ് ബിയുടെ സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഇത് ഈക്വൽ ടു മൈനസ് 3 ഇൻറ്റു മോഡ് ബിയുടെ സ്ക്വയർ. മോഡ് ബി 4 ആണ്. 4ൻ്റെ സ്ക്വയർ 16 ആണ്. മൈനസ് 48 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ ബി ഡോട്ട് സി കയ്യിലായി കഴിഞ്ഞു. ഇനി എനിക്ക് എന്ത് വേണം? മോഡ് സി വേണം അല്ലേ? മോഡ് സി കിട്ടാൻ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ദാ സി ഇവിടെ തന്നിട്ടുണ്ട് ഇക്വേഷൻ നമ്പർ 1 അല്ലേ? ഞാൻ ഒന്ന് സ്ക്വയർ ചെയ്യുന്നു രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ നമുക്ക് സിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മോഡ് സിയുടെ സ്ക്വയർ തന്നെ. അടുത്തത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോം അല്ലേ? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ നമുക്കറിയാം. ഐഡൻറ്റിറ്റികളൊക്കെ നമുക്ക് വെക്റ്ററിൻ്റെ കേസിൽ ഡോട്ട് പ്രോഡക്റ്റ് വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിനെ ഞാൻ എ സ്ക്വയർ, അതായത് 4 ഇൻറ്റു മോഡ് എ ക്രോസ് ബിയുടെ സ്ക്വയർ, ശരിയാണോ? പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ പ്ലസ് 9 ഇൻറ്റു വെക്റ്റർ ബിയുടെ സ്ക്വയറിനെ മോഡ് ബിയുടെ സ്ക്വയർ എന്ന് എഴുതാം. പിന്നെ മൈനസ് 2ab. അപ്പോൾ മൈനസ് 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 അത് വരുമല്ലോ, അതായത് 12 വരും. എന്നിട്ട് എ ക്രോസ് ബി ഡോട്ട് ബി എന്ന് വരും. ശരിയാണല്ലോ മക്കളെ? അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു മോഡ് എ ക്രോസ് ബി, അത് നമുക്കറിയില്ല, അത് കാൽക്കുലേറ്റ് ചെയ്യണം. പ്ലസ് 9 ഇൻറ്റു മോഡ് ബിയുടെ സ്ക്വയർ. മോഡ് ബി 4 ആണെന്നുണ്ടല്ലോ, അപ്പോൾ 4ൻ്റെ സ്ക്വയർ എഴുതാം. അടുത്തത് 0 ആയി മാറില്ലേ? കാരണം അവിടെ നോക്കിയേ, ഒന്ന് ക്രോസും ഒന്ന് ഡോട്ടുമാണ്. അപ്പോൾ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ അത് ബോക്സ് എ ബി ബി എന്ന് വരും. അപ്പോൾ ബി റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ ബോക്സിൻ്റെ വാല്യൂ 0 ആണെന്നറിയാം. ശരിയല്ലേ? അപ്പോൾ ഇത് നമുക്ക് കിട്ടുക 4 ഇൻറ്റു മോഡുലസ് ഓഫ് എ ക്രോസ് ബി സ്ക്വയർ പ്ലസ് 144 എന്നല്ലേ? പക്ഷേ എനിക്ക് എ ക്രോസ് ബി ദ ഹോൾ സ്ക്വയർ വേണം. എ ക്രോസ് ബി ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന റിസൾട്ട് എന്താ? ദാ ഈ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മോഡ് എ ക്രോസ് ബി സ്ക്വയർ പ്ലസ് മോഡ് എ ഡോട്ട് ബി സ്ക്വയർ അല്ലെങ്കിൽ എ ഡോട്ട് ബിയുടെ സ്ക്വയർ ഇസ് ഈക്വൽ ടു മോഡ് എ സ്ക്വയർ ഇൻറ്റു മോഡ് ബി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ മോഡ് എ ക്രോസ് ബിയുടെ സ്ക്വയർ പ്ലസ് എ ഡോട്ട് ബി തന്നിട്ടുണ്ടല്ലോ 2 എന്ന്. അപ്പോൾ എ ഡോട്ട് ബിയുടെ സ്ക്വയർ 2 സ്ക്വയർ 4 ആകത്തില്ലേ? ഇസ് ഈക്വൽ ടു മോഡ് എ സ്ക്വയർ, മോഡ് എ 1 ആണല്ലോ, ഇൻറ്റു മോഡ് ബി സ്ക്വയർ, അത് 4ൻ്റെ സ്ക്വയർ. അപ്പോൾ ചുരുക്കിയം 16 എന്നല്ലേ കിട്ടുക? അതായത് മോഡുലസ് ഓഫ് എ ക്രോസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 12 എന്നല്ലേ വരിക? അപ്പം മോഡ് എ ക്രോസ് ബി എന്ന് പറയുന്നത് 12ൻ്റെ പോസിറ്റീവ് റൂട്ടല്ലേ വരിക? 4 into 3 ആണ് 12. റൂട്ട് എടുക്കുമ്പോൾ 2√3 എന്ന് കിട്ടത്തില്ലേ?
അപ്പോൾ മോഡ് എ ക്രോസ് ബിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അത് നമുക്കിതാ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 4 ഇൻറ്റു മോഡ് എ ക്രോസ് ബിയുടെ സ്ക്വയർ നമുക്ക് 12 എന്നല്ലേ കിട്ടിയത്. 4 ഇൻറ്റു 12 പ്ലസ് 144 എന്നാണല്ലോ കിട്ടുന്നത്. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ 192 എന്നാണ് ആൻസർ കിട്ടുക. ശരിയല്ലേ? 4 ഇൻറ്റു 12 48 ആണ്, ദെൻ 144, അപ്പോൾ രണ്ടും കൂടെ 192 കിട്ടും. അപ്പോൾ മോഡ് സി സ്ക്വയർ 192 അല്ലേ. അപ്പോൾ മോഡ് സി എന്ന് പറയുന്നത് 192ൻ്റെ റൂട്ടല്ലേ കിട്ടുക. സോ മോഡ് സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 192. റൂട്ട് 192 എത്രയാണ് വരിക? ഫാക്ടറൈസ് ചെയ്ത് നോക്കാം അല്ലേ. 192നെ ഫാക്ടറൈസ് ചെയ്താൽ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 96 കിട്ടും. ദെൻ 2 കൊണ്ട് 48 കിട്ടും. ദെൻ 24 ആണ്. അതുപോലെ 12 ഉണ്ട്. ദെൻ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ 6 ഉണ്ട്. ദെൻ 2 ഉണ്ട്, 3 ഉണ്ട്. ശരിയാണല്ലോ. അപ്പോൾ റൂട്ട് എടുക്കുമ്പോഴത്തേക്കും ഇവിടെ 1 2 3 4 5 6 2കളുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി 2 ക്യൂബ് മതി അല്ലേ. 8 ഇൻറ്റു റൂട്ട് 3 എന്ന് കിട്ടും. അപ്പോൾ 8 റൂട്ട് 3 ആണ് റൂട്ട് 192. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഡയറക്റ്റ് ആയിട്ട് കോസ് തീറ്റ കണ്ടുപിടിക്കാം. എന്തായിരുന്നു കോസ് തീറ്റ നമ്മൾ എഴുതിയത്? കോസ് തീറ്റ എന്ന് പറയുന്നത് മോഡ് ബി ഇൻറ്റു മോഡ് സി ബി ഡോട്ട് സി ഡിവൈഡഡ് ബൈ, അങ്ങനെയല്ലേ, ബി ഡോട്ട് സി ഡിവൈഡഡ് ബൈ മോഡ് ബി ഇൻറ്റു മോഡ് സി ആണല്ലോ. ബി ഡോട്ട് സി കിട്ടിയല്ലോ. ബി ഡോട്ട് സി നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാ? -48 എന്ന. അപ്പോൾ ബി ഡോട്ട് സി ആയിട്ട് ഞാൻ -48 എഴുതും. മോഡ് ബി നമുക്ക് 4 എന്ന് അവിടെ കാണാമല്ലോ. മോഡ് സി ഇപ്പോൾ നമുക്ക് 8 റൂട്ട് 3 എന്ന് കിട്ടിയിട്ടുമുണ്ടല്ലോ. 8 റൂട്ട് 3 അല്ലേ. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് -√3/2 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് ഓഫ് -√3/2 ആണ് അല്ലേ. യെസ്. അപ്പോൾ അങ്ങനെ ആൻസർ നമുക്ക് വന്നിരിക്കുന്നത് ഓപ്ഷൻ 3 ആയിട്ടാണ്. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിരിക്കുന്നത്.